प्यारे बच्चों, फिर एक बार हिंदी कक्षा में स्वागत है। अब हम दूसरी इकाई की ओर जा रहे हैं। ഒന്നാം യൂണിറ്റിൽ നാം എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് ഓർത്തു നോക്കൂ. പറയാമോ? ആദ്യം അക്ബർ ചക്രവർത്തിയുടെ ഒരു നാടോടി കഥ പഠിച്ചു അല്ലെ? അതിനുശേഷം ജ്ഞാനമാർഗ് എന്ന ഏകാദി. बच्चों, हमने 2 पार्ट पढ़ चुके हैं. एक लोक कथा शहंशाह अकबर को कौन सिखाएगा, दूसरा एक ഏകാംഗി ജ്ഞാനമാർഗ്. അതിനുശേഷം ഒരു കവിത കൂടി നമ്മൾ പഠിച്ചു. ഏതാണെന്ന് പറയാമോ? മലയാളത്തിലെ പ്രിയ കവി ശ്രീ പി മധുസൂദൻ എഴുതിയ ഞാൻ ഇവിടെയുണ്ട് എന്ന കവിതയുടെ ഹിന്ദി തർജ്ജമ. मैं इधर हूँ एक कविता आपको अतिरिक्त वाचन के लिए दिया गया है. इस कविता में कवि क्या क्या बताते हैं याद है? ഈ കവിതയിൽ എന്തൊക്കെയാണ് കവി നമ്മോട് പറയുന്നത്? നമുക്ക് ചുറ്റുമുള്ള പൂക്കളും പുഴുക്കളും പർവ്വതങ്ങളും പക്ഷികളും അവരവരുടെ സവിശേഷതകൾ കൊണ്ട് പറയുന്നു, ഞങ്ങൾ ഇവിടെയുണ്ട്. മനുഷ്യരായ നമുക്കും നമ്മുടെ ഗുണങ്ങൾ കൊണ്ട് പറയാം, നമ്മളും ഇവിടെയുണ്ട്. अब हम दूसरी इकाई की ओर बढ़ रहे हैं. बच्चों, जरा देखें दूसरी इकाई में कौन कौन सा पाठ हमें पढ़ना है. इस इकाई में पहले आती है एक कविता श्री सुमित्रानंदन पंत की, नाम है सुख दुख. पिता का प्रायश्चित नाम के अरुण गांधी का एक संस्मरण. मेरे बच्चे को सिखाए नामक अब्राहम लिंकन का एक पत्र आदि है. बच्चों देखिए चित्र में क्या है. एक छोटा बच्चा सो रहा है और सपना देख रहा है. കുട്ടികൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. ഒരു കുട്ടി കിടക്കുന്ന ഒരു ചിത്രം കാണുന്നില്ലേ? താഴെ കുറച്ച് വാക്കുകൾ കൂടി എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. सपने वे सच नहीं होते जो सोते वक्त देखे जाते हैं. सपने वे सच होते हैं जिनके लिए आप सोना छोड़ देते हैं. ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. इसका मतलब क्या है जरा सोच लीजिए. सपने वे सच नहीं होते जो सोते वक्त देखे जाते हैं. सपने क्या मतलब है? സ്വപ്ന, ഡ്രീം. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരല്ലേ ഉറങ്ങുമ്പോൾ? ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവാറുണ്ടോ? ഇല്ല. തീർച്ചയാണ്. അപ്പോൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമല്ല. അടുത്ത വരികൾ കൂടി നോക്കിയാലോ. सपने वे सच होते हैं जिनके लिए आप सोना छोड़ देते हैं. सपने वे सच होते हैं जिनके लिए आप सोना छोड़ देते हैं. सोना क्या है? नींद, ഉറക്കം, സ്ലീപ്. നാം ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം സത്യമല്ലെങ്കിൽ പിന്നെ ഏത് സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുന്നത്? എന്നാൽ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മൾ ഉറക്കം തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരും. कुछ सपने ऐसे हैं जो सोते वक्त देखते हैं. कुछ सपने ऐसे हैं जिनके लिए हमारे सोने छोड़ देते हैं. കുട്ടികൾ, ये किसने कहा? ഇതാരാണ് പറഞ്ഞത്? ये चित्र देखिए. ഈ ചിത്രം നോക്കൂ. भारत के पूर्व राष्ट्रपति
और महान वैज्ञानिक श्री एपीजे अब्दुल कलाम। श्री एपीजे अब्दुल कलाम कैसे महान बन गए? हाँ, कठिन परिश्रम से वे महान बन गए। उनके बारे में आपको मालूम है ना? നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെയേറെ കഷ്ടപ്പാട് നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്നും കഠിന പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം നേട്ടങ്ങൾ കൈവരിച്ചത്. അദ്ദേഹം എങ്ങനെ മഹാനായി എന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളാണ് നാം മുൻപ് കണ്ടത്. നാം അറിയുന്ന മഹാത്മാക്കൾ എല്ലാവരും തന്നെ കഠിന പരിശ്രമത്തിലൂടെയാണ് നേട്ടങ്ങൾ കൈവരിച്ചത്. കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൈവരിച്ച ചില വ്യക്തികളുടെ പേര് പറയാമോ? കിരൺ ബേദി, കൽപ്പന ചൗള, അങ്ങനെ അനേകം ആളുകൾ. तो बच्चों, हमारे जीवन में कोई ना कोई लक्ष्य जरूर होना चाहिए. ये लक्ष्य प्राप्त करने के लिए कठिन मेहनत करना है. जीवन में कठिन परिश्रम से सफलता प्राप्त कर सकते हैं. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നിരന്തര പരിശ്രമം ആവശ്യമാണ്. നിരന്തര പരിശ്രമത്തിനിടെ ഒരുപക്ഷെ ദുഃഖവും സുഖവും മാറി മാറി വന്നേക്കാം. അതാണ് ജീവിതം. आइए बच्चों, हम कविता पाठ पढ़े. कविता का नाम है सुख दुख. कवि का नाम है सुमित्रानंदन पंत. मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख. सुख दुख की खेल मिचोनी, खोले जीवन अपना मुख. सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण. फिर घन में ओछल हो शशि, फिर शश से ओछल हो खन. जग पीड़ित है अति दुख से, जग पीड़ित रे अति सुख से. मानव जग में बंट जावे, दुख सुख से और सुख दुख से. अविरत दुख है उत्पीड़न, अविरत सुख भी उत्पीड़न. दुख सुख की निशा दिवा में सोता जागता जग जीवन. यह सांझ उषा का आंगन, आलिंगन विरह मिलन का. चिरहास अश्रुमय आनंद दे इस मानव जीवन का. श्री सुमित्रानंदन पंत हिंदी के ज्ञानपीठ पुरस्कृत कवि है. वे गांधी जी के स्वतंत्रता संग्राम से बहुत प्रेरित थे. बच्चों, पहले 4 पंक्तियां देखें. मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख. सुख दुख की खेल मिचोनी, खोले जीवन अपना मुख. मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख. കവി പറയുന്നു, നിരന്തരമായ സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിരന്തരമായ ദുഃഖവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. मैं नहीं चाहता मतलब क्या? ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചിർ സുഖ് मतलब സ്ഥിരമായ സുഖം, ചിരമായ സന്തോഷം. ചിർ ദുഃഖ് मतलब क्या है? ചിരമായ ദുഃഖം, സ്ഥായിയായ ദുഃഖം. അടുത്ത വരികൾ കൂടി നോക്കിയാലോ. सुख दुख की खेल मिचोनी, खोले जीवन अपना मुख. सुख दुख की खेल मिचौनी, खोले ജീവൻ അപ്നാ മുഖ്. സുഖ ദുഃഖത്തിന്റെ കണ്ണുപൊത്തിക്കളിയിൽ ജീവിതം അതിന്റെ മുഖം കാണിക്കുന്നു. ഖേൽ മിച്ചൗനി ക്യാ ഹൈ? കണ്ണുപൊത്തിക്കളി, ഒളിച്ചുകളി, ഹൈഡ് ആൻഡ് സീക്ക്. നിങ്ങൾ കണ്ണുപൊത്തിക്കളി കളിച്ചിട്ടില്ലേ? खेल मिचौनी, कन्नुपतिक्कली. कवि कहते हैं कि अपने जीवन में हमेशा दुख ही नहीं चाहते. हमारे जीवन में सुख और दुख आते जाते हैं. जिस प्रकार खेल मिचौनी में कुछ समय के लिए आंखें बंद कर देते हैं और कुछ समय
के लिए आंखें खोलते हैं. കവി പറയുന്നു, തൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സുഖം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ എല്ലാ സമയവും ദുഃഖം മാത്രവും ആഗ്രഹിക്കുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, കണ്ണുപൊത്തിക്കളിയിൽ ഇടയ്ക്കിടെ കണ്ണുപൊത്തുകയും കണ്ണു തുറക്കുകയും ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരും. बच्चों देखिए, यहाँ एक प्रश्न दिया गया है. सुख दुख का खेल मिचवनी, खोले जीवन अपना मुख. इस पंक्तियों का आशय क्या है? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ? प्रश्न का उत्तर लिखकर अपनी अध्यापिका को दिखाइए. अब बाकी पंक्तियां देख. सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण, फिर घन में ओछल हो शशि, फिर शशि से ओछल हो घन. मधुर मिलन मतलब क्या? मधुर मिलन, मधुरമായ കൂടിച്ചേരൽ. एक जीवन हो परिपूर्ण, ഈ ജീവിതം പൂർണ്ണമാകുന്നു. सुख दुख के मधुर मिलन से एक जीवन हो परिपूर्ण. സുഖ ദുഃഖത്തിന്റെ മധുരമായ കൂടിച്ചേരലിലൂടെ ഈ ജീവിതം പൂർണ്ണമാവുന്നു. മധുരമിലൻ, കൂടിച്ചേരൽ. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ ഒരു കൂടിച്ചേരൽ ഈ ജീവിതം പൂർണ്ണമാവുന്നു. ജീവിതത്തിൽ ഇടയ്ക്ക് സുഖവും എന്നാൽ ഇടയ്ക്ക് ദുഃഖവും മാറി മാറി വരുന്നു. ഇതാണ് ജീവിതം. ഇതിനുവേണ്ടി മനോഹരമായ ഒരു ഉദാഹരണം കവി ഇവിടെ പറയുന്നു. നോക്കൂ, फिर घर में ओझल हो शशि, फिर शशि से ओझल हो घन. मतलब घन का मतलब क्या है? मेघ, क्लाउड. ओझल होना, ओझल होने का मतलब അപ്രത്യക്ഷമാവുക, കാണാതാവുക. शशि का मतलब क्या है? शशि, चंद्र. फिर घन में ओझल हो शशि, फिर शशि से ओझल हो घन. രാത്രി സമയം ആകാശത്തിലേക്ക് നോക്കിയിട്ടില്ലേ? കാർമേഘങ്ങൾ വന്ന് ചില സമയം ചന്ദ്രനെ മൂടിക്കളയുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ചന്ദ്രൻ കാർമേഘങ്ങളിൽ നിന്നും പുറത്തു വരുന്നു. അങ്ങനെ കാർമേഘങ്ങൾ ചന്ദ്രനും ഒരു ഒളിച്ചുകളി നടത്തുന്നു. ചിലപ്പോൾ ചന്ദ്രൻ പുറത്തു വരുന്നു, ചിലപ്പോൾ കാർമേഘം ചന്ദ്രനെ മറിച്ചു കളയുന്നു. प्यारे बच्चों, जीवन में भी इसी प्रकार है. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. ചിലപ്പോൾ ദുഃഖം വരും, ചിലപ്പോൾ സന്തോഷം വരും. എപ്രകാരമാണോ മേഘങ്ങൾ ചന്ദ്രനെ മറയ്ക്കുന്നത്, അതുപോലെ ജീവിതത്തിൽ ദുഃഖവും ഇടയ്ക്കിടെ വരുന്നു. ഇവിടെ ചന്ദ്രനെയും മേഘങ്ങളെയും പ്രതീകാത്മകമായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. മേഘം എന്നത് ദുഃഖത്തിന്റെ പ്രതീകം, ചന്ദ്രൻ എന്നത് സന്തോഷത്തിന്റെ പ്രതീകം അഥവാ സുഖത്തിന്റെ പ്രതീകം. ഇവിടെ കവി പറയുന്നു, നമ്മുടെ ജീവിതം എങ്ങനെയാണ് പരിപൂർണമാകുന്നത്? ജീവൻ കൈസെ പരിപൂർണ ഹോ ജാതാ ഹൈ. സുഖ ദുഃഖ കെ മിലൻ സെ ജീവൻ പരിപൂർണ ഹോ ജാതാ ഹൈ. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കൂടിച്ചേരലിലൂടെയാണ് ജീവിതം പരിപൂർണമാകുന്നത്. इससे संबंध में हमारे पाठ्य पुस्तिका में एक प्रश्न है. देखिए, फिर घन में ओझल हो शशि, फिर शशि से ओझल हो घन. यहाँ घन और शशि किन किन के प्रतीक है? കുട്ടികളെ, ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് എഴുതുവാൻ കഴിയില്ലേ? തീർച്ചയായും ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതി നിങ്ങൾ നിങ്ങളുടെ അധ്യാപികയെ കാണിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ആശയം ഉള്ള കവിതാഭാവം എഴുതാമോ? എഴുതി ടീച്ചറെ തീർച്ചയായും കാണിക്കുക. तो बच्चों देखें,
अभी तक हमने क्या क्या पढ़े, जरा बताइए। हाँ, कभी अपने जीवन में हमेशा सुख या दुख नहीं चाहते हैं। सुख और दुख हमारे जीवन में बारी बारी से आते हैं। सुख और दुख का मधुर मिलन से हमारा जीवन परिपूर्ण हो जाता है। हमारे जीवन में कभी दुख है तो कभी सुख भी जरूर आ जाएगा। ठीक है, പ്രിയ വിദ്യാർത്ഥികളെ, കവിതയുടെ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു। प्रिय बच्चों, मैं विश्वास करता हूं कि इन 8 पंक्तियों का आशय आपको समझ गया होगा। कविता सुनिए और एक बार। अच्छा। मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख, सुख दुख की खेल मिछौनी, खोले जीवन अपना मुख। सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण, फिर खन में ओछल हो शशि, फिर शशि से ओछल हो खन। फिर मिलेंगे अगले कक्षा में। धन्यवाद।